ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഫത്തേപൂർ സിക്രി എന്ന നഗരമാണ്. അതായത് നമ്മൾ ആഗ്രയിൽ നിന്ന് 45 കിലോമീറ്റർ മാറിയുള്ള ഫത്തേപൂർ സിക്രിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം ഫത്തേപൂർ സിക്രിയിലെ കഥകളും കാര്യങ്ങളും അറിവിൽ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം മുന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് എങ്ങനെയാണ് ഫത്തേപൂർ സിക്രിയിലേക്ക് എത്താനുള്ളത് ഓരോ ഇൻഫർമേഷൻസും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പം വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇതാണ് ഇവരുടെ ഒരു വെൽക്കം സിറ്റി താജിലേക്കുള്ളത്. നമ്മളിവിടെ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കുന്നുണ്ടെങ്കിൽ കുറേ ഇൻഫർമേഷൻസ് കിട്ടും. ഇതാണ് ഇവിടുത്തെ ഒരു അപ്രൂവലുള്ള റേറ്റ്സ് ഓട്ടോയുടെ. ഇപ്പോൾ ഇവിടെ നടന്ന സംഭാഷണം നിത പറയുന്നത്. निदा यहाँ पे क्या बातें हुआ है बेसिकली बताना अपना. हाय गाइस, एक्चुअली अभी ये हुआ है कि वी आर सपोज टू गो बाय बस बट अनफॉर्चुनेटली हम लेट पहुँचे एज यूजुअल. तो अभी हमको ऑटो से जाना पड़ रहा है विच कॉस्ट यू अराउंड 800. हमने थोड़ा बार्गेनिंग करने का कोशिश करा बट भैया नहीं माने तो हमें वही प्राइस पे करना पड़ेगा. अभी हम ऑटो में हैं. अब लेट्स सी कितने बजे पहुँचते हैं. അപ്പം പുള്ളിക്കാരി പറഞ്ഞ ഒരു തർജ്ജിമ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഫത്തേപൂർ സിക്രി പോകാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈംലി റീച്ച് ചെയ്യാൻ ശ്രമിക്കുക ഈദ്ഗാ ബസ് സ്റ്റാൻഡിൽ. എന്നിട്ട് അവിടെ നമുക്ക് ബസ് ഇടുന്നതായിരിക്കും. മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9-9:30 ഈദ്ഗാ ബസ് സ്റ്റാൻഡിൽ എത്താൻ ശ്രമിക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ബസ് കിട്ടുന്നതായിരിക്കും പോകാൻ. ബസ്സിന് പോകുന്നുണ്ടെങ്കിൽ പെർ പേഴ്സൺ നമുക്ക് ചാർജ് വരുന്നത് 80 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് 80 രൂപ, അവിടുന്ന് 20 രൂപ ചാർജ് ഫത്തേപൂർ സിക്രിയിലേക്ക്. So guys, so we are in फतेहपुर सीकरी एंड अभी हम जा रहे हैं, अपना टिकट लेंगे, देन अंदर एंट्री करेंगे एंड एक्सप्लोर करेंगे. अभी हमने एक गाइड भी ले लिया है अपने साथ, तो देखते हैं अब आगे क्या होगा. बाय द वे he will assist us, okay, what to explore and what are the historical places are there. We'll cover all of the things here, okay. So now continue in Malayali. അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കുന്നത് ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 45ഓളം പാലസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക ഹിസ്റ്റോറിക്കൽ തിങ്സും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനോ അറിയാനോ പറ്റില്ല. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൈഡ് അവൈലബിലിറ്റി ഉണ്ട്. ഗൈഡ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ ആദ്യം ഒരു 1000 രൂപ പറയുമെങ്കിലും അത് പിന്നെ കുറഞ്ഞ് അത് പിന്നെ 600 ആവും, അത് പിന്നെ 300 ആവും, അത് പിന്നെ 200 ആവും. ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡ് എന്ന് പറഞ്ഞാൽ 200 രൂപയ്ക്കാണ്. അപ്പം ഫത്തേപൂർ സിക്രിയിൽ നമുക്ക് അവിടെ ടിക്കറ്റ് കോസ്റ്റ് ഒന്നുമില്ല. ഗോൾഫ് കോഴ്സിൽ 30 രൂപ ടിക്കറ്റും പിന്നെ ബാക്കിയുള്ള സിക്രിയിൽ നമുക്ക് കറങ്ങാൻ വേണ്ടി 50 രൂപ ടിക്കറ്റുമാണ് ഓൾമോസ്റ്റ് തരുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫത്തേപൂർ സിക്രിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അങ്ങോട്ട് പോകാൻ നമുക്ക് 2 മാർഗ്ഗമുണ്ട്. ഒന്ന് 1.5 കിലോമീറ്റർ നമുക്ക് വാക്ക് ചെയ്ത് പോകാൻ പറ്റും. 2 നമുക്ക് ഇവിടുന്ന് ഒരു ഫെഡറൽ ബസ് കിട്ടുന്നുണ്ട്. അതിൽ കയറി 20-30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സിക്രി കൊണ്ട് വിടുന്നതായിരിക്കും. ഇത് അതിനെപ്പറ്റി ഫത്തേപൂർ സിക്രിയുടെ ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ബുലന്ദ് ദർവാസ, ഫത്തേപൂർ സിക്രി, താജ്മഹൽ, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗുലിസ്ഥാൻ ടൂറിസ്റ്റ് കോംപ്ലക്സ് ഉണ്ട്. UP സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള AC non-AC റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു വണ്ടിയാണ് ഫെഡറൽ ബസ്. അപ്പം ഇതിലാണ് നമ്മൾ മുമ്പോട്ട് ട്രാവൽ ചെയ്യുന്നത്. ഫത്തേപൂർ സിക്രിയുടെ വരെയുള്ള ഒരു ഏരിയ നമ്മൾ ഇതിലൂടെയാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇതാണ് ഇവിടുത്തെ ഒരു ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ. നമ്മൾ ഫത്തേപൂരിക്ക് അകത്തോട്ട് പോകുന്ന വഴിയിലാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു വിഷ്വൽസ്. ഫത്തേപൂർ സിക്രിക്ക് അകത്തോട്ട് പോകുന്ന ഒരു ഇതാണ് നമുക്ക് വേണമെന്ന്. ഇത് നമുക്ക് ഫെഡറൽ ബസ്സിലും പോകാം, അതുപോലെ തന്നെ നമുക്ക് നമുക്ക് നടന്നും പോകാം. ഇത് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ യു ആണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. 2 ഫത്തേപൂരിയുടെ ഒരു ഗേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കുറച്ചൊരു സ്റ്റീപ്പാണ്. അപ്പോൾ ഇവിടെ നടന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും,
സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഫത്തേപൂർ സിക്രി. അപ്പം നമ്മളോട് ഇന്നൊരു ഗൈഡുണ്ട്. അപ്പം ഗൈഡായിരിക്കും നമ്മളെ ഇന്ന് ടോട്ടലി एक्सपीरियंस किया. ओके. पहले इंडिया के अंदर बाबर का आना हुआ 1526 में. जो पहली फ़ाइट थी वो पानीपत की थी. सेकंड जो बाबर की फ़ाइट थी वो 1527 में खानवा की. खानवा यहाँ से 8 किलोमीटर है, ओनली 8 किलोमीटर फ्रॉम दिस फतेहपुर सिकरी. ठीक है, फतेहपुर सीकरी. तो सेकंड जो फाइट हुआ था बाबर का वो 1527 में राणा सांगा से हुआ था. राणा सांगा यानी महाराणा प्रताप के ग्रैंडफादर. बाबर के पास टोटल बारूद और तोप थी. आर्मी 12,000 यानी 12,000 थी, लेकिन राजपूत जो थे वो करीब 1 लाख के आसपास. तो बाबर की जो विक्ट्री यानी जीत हुई वो एक तोप और बारूद की वजह से, और इसको एक नया नाम दे दिया सीकरी. ठीक है, क्योंकि यहाँ से लेके जयपुर तक टोटल सिकरवा राजपूत थे, तो इसको नाम दिया बाबर ने सीकरी. और यहाँ से रिटर्न हो गया यहाँ पर. बाबर का जो ग्रैंड सन था अकबर के 12 साल तक कोई औलाद नहीं हुई. 6 बार अजमेर जाना पड़ा औलाद के लिए. 7वीं बार वैष्णो देवी, जहाँ उसने सोने का छत्र चढ़ाया. देवी से सपना हुआ सीकरी आने के लिए. जब यहाँ सीकरी आया तो यहाँ संत यानी सलीम चिश्ती, जो अजमेर में ख्वाजा मोइनुद्दीन चिश्ती हैं, उनकी 8वीं पीढ़ी से ये हैं सलीम चिश्ती. उस टाइम जिंदा थे. तो अकबर अपनी तीनों रानियों को लेके आया. पहली रानी थी रुकैया बेगम, सेकंड थी मरियम डिकोजा जो गोवा से बिलोंग करती थी, तीसरी थी जोधाबाई जो कि जयपुर की रहने वाली थी, आमिर. लेकिन औलाद जो मिली वो जोधाबाई से मिली. ठीक है, जब 12 साल बाद अकबर को औलाद मिली तो आपका 1571 to 1586 15 साल में ये पूरा बन के तैयार हुआ. 15 साल मुग़लों की सेकंड कैपिटल रहा. फर्स्ट कैपिटल आगरा, सेकंड फतेहपुर सीकरी. पानी की शॉर्टेज की वजह से अकबर ने इस जगह को छोड़ दिया और यहाँ से लाहौर चले गए. लाहौर जो पाकिस्तान में है. तो थर्ड कैपिटल लाहौर. शाहजहाँ के टाइम में अकबर के जो ग्रैंड सन थे शाहजहाँ, जिन्होंने ताजमहल बनाया है, उन्होंने दिल्ली आबाद की. इस तरीके से मुग़लों की 4 कैपिटल रही. पहला आगरा, सेकंड फतेहपुर सीकरी, थर्ड लाहौर और फोर्थ आपका दिल्ली. ठीक है. ताजमहल यहाँ से 100 साल बाद बना है. अकबर ने इसका जो डेवलपमेंट किया था तो अकबर के 9 मिनिस्टर थे, 9 मंत्री थे. तो 9 गेट बने हैं डायरेक्शन के हिसाब से. आपकी गाड़ी आई तो वो आगरा गेट है, इसका डायरेक्शन आगरा की तरफ है. ठीक है. और 9 गेटों पे अपने 9 मंत्रियों को सेट कर दिया. उससे आगे आप बड़े पहाड़ पे आपने देखा था तो वो अकबर की जो आर्मी थी 1 लाख समथिंग, वो उनके क्वार्टर उधर बने हुए थे. आगे एक बहुत बड़ा सा हाउस दिखाई दिया हुआ, वो आर्मी कमांडर का हाउस था. दोनों साइड में शॉप थी जो मीना मार्केट कहलाती. जब आगरा से अकबर का आना होता था तो 4 गेट हैं, ये वेलकम गेट, इसको बोलते हैं नौबत खाना. नौबत खाना तो अकबर का वेलकम हुआ करता था. ठीक है. आगे इधर चलेंगे तो ये टकसाल है, जहाँ पर सिक्के बनते थे अकबर के टाइम में, सोने चांदी और पीतल के. तो ये पूरा हिस्सा टकसाल का कहलाता है. ഇതാണ് ഫത്തേപൂർ സിക്രിയുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നമുക്ക് QR വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോറിനേഴ്സ് 610 രൂപയാണ്. അതിലൂടെ 10 രൂപയുടെ ഒരു എക്സ്ട്രാ ടിക്കറ്റ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇവിടെ നമുക്ക് ഫോൺ പേ വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ID കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ നമുക്കൊരു 5 rupees കുറച്ച് കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിന് 35 രൂപയും ഓഫ്ലൈൻ 50 രൂപയാണ് ഓൾറെഡി ടിക്കറ്റ് വരുന്നത്. ഇതാണ് ഫത്തേപൂർ സിക്രിയുടെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. द कोड ऑफ अकबर. ठीक है, ये अकबर का दरबार है जिसको बोलते हैं दीवाने आम. ओके. ये 1571 to 1581 10 ईयर 10 साल लगे थे इसको बनने में. अच्छा. ठीक है. अकबर के बैठने की जगह सामने थी, जो जाली के बीच में है. दोनों साइड में अकबर के 9 मंत्री बैठा करते थे. ये सारा पब्लिक ऑडियंस के लिए होता था. ओके. मंडे फ्राइडे को यहाँ कोर्ट लगा करता था. ठीक है, यानी जजमेंट हुआ करते थे. और उस टाइम ये गार्डन नहीं था. ये गार्डन 1516 में अखिलेश यादव की गवर्नमेंट के टाइम में बना है. ये सारी रेत थी. तो ये पुअर टाइप के लोग थे वो यहाँ बैठा करते थे, और जो मतलब मौजिद टाइप के लोग थे वो उनके बैठने की जगह ये हुआ करती थी. जब अकबर की शादी जोधाबाई से हुई थी तो जोधाबाई के जो फादर थे राजा भारमल, उन्होंने शादी में एक हाथी दिया था. जो ये रिंग स्टोन है वो हाथी यहाँ बना करता था. अगर किसी को राजा ने मौत का फरमान सुना दिया तो हाथी को राजा के सामने खोल के ले गए और पैर से उसको ऑन द स्पॉट मतलब दबा दिया. आपको दीवाने आम मैंने बताया. ठीक है. उसके बाद में ये पॉइंट है, ये है तुलादान. यानी जब सलीम का जन्म हुआ था, यानी बर्थ हुआ था जब, तो सलीम को यहाँ पर 6 साल की एज में यहाँ तोला गया था. ठीक है. तराजू में एक साइड में सलीम को रखा था, एक साइड में सोने चांदी के सिक्के रखे गए थे. वो सामने जो स्टेज है
वहाँ पर अकबर, मान सिंह और बीरबल बैठे थे। ये यहाँ ड्रम वगैरह बजाए गए थे, ठीक है। और वहाँ जो जगह है वहाँ सोने चांदी के सिक्के रखे गए थे, ये पब्लिक के आने के लिए था। तो ये पूरा जो हिस्सा कहलाता है ये तुलादान के नाम से मशहूर है, उसी टाइम से यानी 1571 से लेके आज तक। आज भी कह सकते हो, कॉन्फ्रेंस हॉल भी बोल सकते हो, इबादत खाना भी कह सकते हो, लेकिन नेचुरल में इसको बोला जाता है दीवाने ख़ास। दिस इज़ द पार्लियामेंट ऑफ अकबर। जो आपने जैन मंदिर देखे होंगे उसी टाइप का बना हुआ है जो, ठीक है। देखने पे बाहर से डबल फ्लोर में लगेगा, लेकिन ओनली 1 फ्लोर। इसके बीच में एक पिलर है, पिलर पे सिंबल दिखाया है, जो सिंबल इंडिया के अंदर जितना रिलीजियस है उस रिलीजियस को सिंबल पिलर पे दिखाया है। अकबर का कहना यह था कि सारे धर्मों को साथ लेके चलना, उसी का नाम था दीन इलाही। लेकिन वो ज़्यादा सक्सेस नहीं हुआ, ओनली बीरबल, ठीक है। तो हम थर्ड पॉइंट जो देखेंगे वो है दीवाने ख़ास। आइए, ഇത് നമ്മൾ 2 ഫ്ലോറിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ്, പക്ഷേ ഇത് അതിൽ 1 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് അതിൽ ഇത് മുഗൾ സാമ്രാജ്യത്തിൽ ഉള്ള ഒരു പാർലമെന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലേസ് ആണ് ഈ കാണുന്ന ദിവാനായി ഖാസ്, റൈറ്റ്? इसको बोलते हैं दीवाने ख़ास, यानी अकबर का पार्लियामेंट। अगर कोई मीटिंग होती थी, कोई डिसीजन लेना होता था तो ऊपर ही बैठ के हुआ करता था। 3 गैलीज है इसके, यहाँ पर अकबर के 3 करके मिनिस्टर बैठा करते थे। बीच में अकबर के बैठने की जगह बहुत बड़ी जगह है। 2 रास्ते हैं जाने का, एक रास्ता इधर से, एक उस साइड से। 2015 में ये हिस्सा डैमेज हो गया था, तब इसको बंद कर दिया गया। और जो जैन मंदिर होते हैं उस टाइप का बनाया गया है, इसको लोटस टाइप में। और बीच में जो पिलर है, पिलर पे सिंबल दिखा दिया है, जो कि इंडिया में धर्म है यानी रिलीजियस है, वो इस पिलर पे दिखाएंगे, ठीक है। उसी का मतलब दीन है, लेकिन वो सक्सेस नहीं होगा यार। जो पिलर पे दिखाया है वो आपको बताते हैं क्या है। अब हिंदू आर्किटेक्चर, फिर आपका बौद्ध आर्किटेक्चर, यहूदी आर्किटेक्चर, पारसी आर्किटेक्चर, क्रिश्चियन आर्किटेक्चर, मुस्लिम आर्किटेक्चर, राजपूत आर्किटेक्चर, अकबर का क्राउन, रुकैया बेगम का क्राउन, जोधाबाई की सन, ठीक है। वेरी फास्टली, यानी कि हिरण्यमीनार अकबर ने इसको नाम दिया, वो जोधाबाई ने इसको नाम दिया था। और ये हाथी की समाधि है, ठीक है। और जो हिंदू धर्म के हिसाब से भाई और बहन दोनों साथ नहीं जा सकते, आगे पीछे जा सकते हैं, क्योंकि 7 फेरे हैं इसके अंदर, यानी 7 फेरे और 52 स्टेयर हैं, ठीक है। और ये करीब 84-83 से बंद है। उससे पहले बराबर में सराय हैं, जहाँ से काफले आते थे उनके रोकने के लिए। 5 कुएं हैं, सब जोधाबाई की तरफ से हुआ करता था अरेंजमेंट पूरा। लेकिन जब सलीम का टाइम आया, जहांगीर का टाइम, तो वो अरेंजमेंट इतना उस पर ध्यान नहीं दिया गया। और ये जेल थी जहांगीर के टाइम की, सलीम के टाइम की। ये जो दिख रहा है, ये खंडर हो गया है, ये सारी जेल थी, आगे फांसी घर है। ഓക്കെ, ഈ പറയുന്നത് ഇത് മൊത്തം ജയിലാണെന്നാണെന്നും. നേരത്തെ ഇവിടെ ഒരു വാറുണ്ട് നടന്നപ്പം ഇവിടെ നമ്മൾ പുറത്ത് അക്ബറിൻ്റെ സമയത്ത് പുറത്തൊരു ആനയുണ്ടായിരുന്നു. ആന ചരിഞ്ഞപ്പോൾ, അതായത് ആന എക്സ്പയർ ആയതിനു ശേഷം നിർമ്മിച്ച ഒരു ഹിരൺമിനാറാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അവിടെ കാണുന്ന ഏരിയ ആണ്, നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഏരിയ ആണ് ജയിലാണ്, അക്ബറിൻ്റെ സമയത്ത് നടന്ന ഒരു ജയിലാണ്. അപ്പോൾ ജയിലൊക്കെ ഓൾമോസ്റ്റ് ഒരു എല്ലാം പൊട്ടിപ്പൊളഞ്ഞൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അക്ബറിൻ്റെ സമയത്ത് നിർമ്മിച്ചൊരു കുളമാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബൗളി. അതിനപ്പുറത്ത് കാണുന്ന ഒരു ഏരിയ ആണ് ഹമാം. അതായത് പഴയ കാലത്ത് മുഗൾ ടൈമിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു പ്രയർ പ്ലേസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലേസാണ് ഹമാം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കയറി പ്രാർത്ഥിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും പുറകിൽ കാണുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നല്ലോ, ആ ഏരിയയിലാണ് കറൻസി നിർമ്മിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇതാണ് ഖജാനെ മഹൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെയാണ് സ്വർണ്ണങ്ങളും നിധികളും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സ്ഥലം എന്നറിയപ്പെടുന്നതാണ് ഖജാനെ ഖാസ്. ഖജാന എന്ന് പറഞ്ഞാൽ ട്രഷർ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്വർണ്ണങ്ങളും ഒക്കെ നിറച്ച് സൂക്ഷിച്ചിരുന്ന ഒരു പ്ലേസാണ് ഖജാനെ ഖാസ് എന്ന് പറയുന്ന ഏരിയ. तो पहले वाला रूम है वो रुकैया बेगम की पसंद का था, जिसके अंदर गुलाब का फूल बना है। सेकंड, ये सबसे बड़ा रूम है, ये जोधाबाई की पसंद था, हिंदू आर्किटेक्चर है, एलिफेंट क्रोकोडाइल ऊपर है। അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇത് ഈ കാണുന്നതാണ് ഖജാനൈ മഹൽ എന്ന് പറഞ്ഞ ഏരിയ. അതായത് ഇവിടെ നമുക്ക് എനിക്ക് പുറകെ കാണുന്ന ഒരു വാതിലാണ് നമ്മൾ. ഇതിൽ ചന്ദനമരത്തിലുള്ളൊരു തടിയാണ്. ഇതിൽ ഒരുപാട് വജ്രങ്ങളും ഒരുപാട് രത്നങ്ങളും പതിപ്പിച്ചൊരു വാതിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഓൾറെഡി
ഓപ്പൺഡ് ആണ്. ഇപ്പോൾ ബ്രിട്ടീഷിൻ്റെ സമയത്ത് ഇവിടുന്ന് വന്നിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് സ്വർണ്ണങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോയി എന്നാണ് ഇവിടുത്തെ ഗൈഡിൻ്റെ ഒരു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് ഖജാന മഹൽ. ഈ കാണുന്നതാണ് പാർലമെൻറ്റ്, അക്ബറിൻ്റെ സമയത്ത് കാണുന്ന പാർലമെൻറ്റ്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന ഏരിയയാണ് ഖജാന മഹൽ എന്ന് പറയുന്ന ഒരു ഏരിയ. ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് എലിഫൻറ്റിൻ്റെ ഒരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഒരു വർക്ക്, അതായത് അതിൻ്റെ ചിത്ര പണികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും. ये जो सीट है ज्योतिष की सीट है, जिनका नाम था पंडित पुरुषोत्तम दास शर्मा, जो यहाँ बैठते थे और अकबर के टाइम में 9 ग्रह जो होते हैं, 9 स्टोन दिस प्लेस, 1 2 3 4 5 6 7 8 9, अच्छा, ठीक है, 9 ग्रहों के बारे में बताते थे. इसको जो बनवाया था बीरबल ने. ബീർബൽ. जी हाँ, अकबर के जो प्राइम मिनिस्टर थे बीरबल. അക്ബറിൻ്റെ പ്രൈം മിനിസ്റ്ററാണ് ബീർബൽ. ബീർബലിനാണ്. नीचे की साइड में मुस्लिम आर्किटेक्चर है, ऊपर हिंदू आर्किटेक्चर है, एलिफेंट क्रोकोडाइल. इसको बोला जाता है मकरध्वज आर्किटेक्चर. जयपुर से आगे एक जगह है दिलवाड़ा. ओके. वहाँ एक टेम्पल है महादेव का, वहाँ से इसका नक्शा लिया गया है. राजपूतों में जो शादी होती है उसी टाइप का मंडप बनता है. तो ये पंडित की छतरी के नाम से फेमस है. ഓക്കെ. അപ്പം ഇവിടുത്തെ ഗൈഡിൻ്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇത് രാജസ്ഥാൻ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടുന്ന് വന്നിട്ടുള്ളൊരു ശിലാ എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഇതിന് താഴോട്ട് നമുക്ക് ഒരു മുഗൾ ബീർബൽ എന്നൊരാളുണ്ട്. ആ പുള്ളിക്കാരനാണ് ഇത് താഴോട്ടുള്ള ഉണ്ടാക്കിയത്. ഇതിന് മണ്ടയ്ക്കുള്ളത് ഹിന്ദു കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ കൊത്തുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ആനയുടെ രൂപമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന പാർലമെൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പുറകിൽ കാണുന്ന ആന മഹലും കണ്ട ശേഷം നമുക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ടോയ്ലറ്റ്. അപ്പം ഇതാണ് ടോയ്ലറ്റിലേക്ക് പോകുന്നൊരു ഇടനാഴി. तो इसका मेन मकसद क्या है कि थोड़ा सा डिटेल में आना पड़ेगा. डिटेल का मतलब ये डिलीवरी पोजीशन में यहाँ पर एडमिट किया जाता था. वो सामने जो है वो टॉयलेट है जेंट्स और लेडीज़. ठीक है, टॉयलेट 8 या 10 पास बनी हुई है. ठीक है, इस टाइप की गोल टॉयलेट है. जेंट्स लेडीज़ थोड़ी वैसी हैं उस टाइप की, लेकिन 8 या 10 पास बनी हुई है. तो आप नियर भी जाके देख सकते हो. ये हवा महल या पंच महल है. ठीक है, 176 इसके पिलर है नीचे से ऊपर तक. ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന പഞ്ച്മഹൽ എന്ന് പറയുന്ന ഏരിയ. അതായത് 176 പില്ലർ നിർമ്മിച്ചുള്ള പഞ്ച്മഹൽ. ഇതിൻ്റെ ആദ്യത്തെ ഒരു ബേസ്മെൻറ്റ് മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള മണ്ടയ്ക്കുള്ള ഏരിയ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ടോയ്ലറ്റ്. അതായത് ടോയ്ലറ്റിനകത്ത് ഇത് നോർമൽ ടോയ്ലറ്റ് ആണ്, പക്ഷെ അതിനകത്ത് നമുക്ക് മുകളിലെ ടൈമിൽ ഉള്ള ടോയ്ലറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. മഹാഭാരത സീരിയലൊക്കെ കാണുന്ന പോലെ തന്നെ മന്ത്രിമാരിന്ന് ചതുരംഗം കളിക്കുമ്പോൾ റാണിമാരെ നിർത്തുന്ന ഒരു ഏരിയയാണ് നമുക്ക് ആ കാണുന്ന ഒരു ചെറിയൊരു പ്ലേസ്. അതിൻ്റെ 4 മൂലയ്ക്കായിട്ട് 3 റാണിമാരല്ല 3 തോഴിമാർ വന്ന് നിൽക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ അക്ബറിൻ്റെ ആദ്യത്തെ ഭാര്യ എന്നറിയപ്പെടുന്ന തുർക്കിഷായ ഒരു റാണിയാണ്. അപ്പം പുള്ളിക്കായ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഗാർഡനാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു ഗാർഡൻ. ആ ഗാർഡനിലാണ് ബ്ലാക്ക് റോസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം ബ്ലാക്ക് റോസിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമുക്ക് ഈ ഒരു പാർലമെൻറ്റ് ഓഫീസും ഖജാന മഹലും കാണാൻ പറ്റുന്നത്. അനാഥരായിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്ന ഒരു മദ്രസ ഏരിയ ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പോൾ ഇവിടെയാണ് അക്ബറിൻ്റെ സമയത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന സ്കൂൾ എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു മദ്രസ ഏരിയ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അകത്ത് പോയി നോക്കാം. അപ്പം ഈ കല്ലുകളൊക്കെ എത്രത്തോളം വെള്ളം ഇതിനെ മണ്ടയ്ക്ക് വീഴുന്നു അത്രത്തോളം ഈ കല്ലുകൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. അതാണ് റെഡ് സാൻഡ് സ്റ്റോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് ഒരുമിതപ്പെട്ട എല്ലാ മുഗൾ സാമ്രാജ്യത്തിലും എല്ലാ മുഗൾ ആർക്കിടെക്ചറിലും റെഡ് സാൻഡ് സ്റ്റോണിൻ്റെ പങ്ക് വളരെ വലുതാണ്. അക്ബറിൻ്റെ തലസ്ഥാനമാക്കാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലമാണ് ഫത്തേപൂർ സിക്രി. ആദ്യത്തെ എന്ന് പറയുന്നത് ഫത്തേപൂർ സിക്രി, രണ്ടാമത് ആഗ്ര, മൂന്നാമത്
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ചോദിച്ചിട്ട് പറയാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല. 4ാമതാണ് ഡൽഹി എന്ന് പറയുന്നത്. ഡൽഹിയാണ് ലാസ്റ്റായിട്ടുള്ളത്. അക്ബറിൻ്റെ ഒരു തലസ്ഥാന നഗരി എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ്. അപ്പം ബാക്കിയുള്ള കാഴ്ച വിഷയങ്ങൾ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ.